70,000 മലക്കുകൾ അതാ അതിന്റെ കടിഞ്ഞാണുകൾ പിടിച്ചിരിക്കുകയാണ്. ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകളുണ്ട്. ആ മലക്കുകൾ മാലിക് അലൈഹിസ്സലാമിനോടൊപ്പം ഇതാ മഹ്ശറിലേക്ക് കടന്നു വരുകയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ അല്ലാഹുവിന്റെ റസൂൽ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അംബിയാ മുർസലീങ്ങളും അവരുടെ സമുദായക്കാരും പടച്ചറപ്പിന്റെ ദർബാറിൽ വന്നുകൊണ്ട് മുട്ടിൽ കെട്ടി നിലകൊള്ളുമ്പോൾ നരകം അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് കടന്നു വരുകയാണ്. മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകമങ്ങ് കൈവിട്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത രംഗമാണ് സഹബ, വല്ലാത്ത ഭീതിതമാകുന്ന രംഗമാണ്. കോടിക്കണക്കിന് ജനകോടികൾ നിൽക്കുന്ന മഹ്ശറിലേക്ക് ഒരിരമ്പലോടുകൂടി വല്ലാത്ത ഭീകരമാകുന്ന ശബ്ദഘോരത്തോടുകൂടി നരകമിതാ മഹ്ശറിലേക്ക് കടന്നു വരുകയാണ്. മലക്കുകളുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോയ ആ നരകം അതിന്റെ തീജ്വാലകൾ തെറിപ്പിച്ചുകൊണ്ട് മഹ്ശറിലേക്ക് ഒരു കപ്പൽ വന്ന് നിൽക്കുന്നത് പോലെ, വലിയൊരു കപ്പൽ വന്ന് കപ്പിത്താനില്ലാതെ വന്നുകൊണ്ട് ആടിയലയുന്നത് പോലെ മഹ്ശറിൽ വന്നുകൊണ്ട് ആടി ഉലയുകയാണ്. അവസാനമായത് ശാന്തമാവുകയാണ്. അതിൽ നിന്ന് വരുന്ന തീജ്വാലകൾ ഏറ്റുകൊണ്ട് പലരുടെയും മുഖങ്ങൾ വിവരണമാവുകയാണ്. അപ്പം മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുമെന്ന് ശരിക്കും ശ്രദ്ധിച്ചോ? നല്ലതുപോലെ ശ്രദ്ധിച്ചു. ഈ ദുനിയാവിന്റെ അമിതമാകുന്ന താല്പര്യം വെച്ച് നടക്കുന്ന സഹോദര, നിനക്ക് നൽകപ്പെടുന്ന നരകത്തെ പറ്റിയാണ് ഈ പറയുന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നരകത്തിന്റെ അടുക്കലേക്ക് നീങ്ങി നിന്നുകൊണ്ട് മാലിക് അലൈഹിസ്സലാം വിളിച്ചു പറയുമത്രേ, യാ നാർ ഖൂമി ഖൂമി, അല്ലയോ നരകമേ നരകമേ എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ. നരകം എഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, വലഹാ അർബഅതു ഖവാഇം, നരകത്തിന് 4 കാലുകളുണ്ട് സാബ, നരകത്തിന് 4 കാലുകളുണ്ട് സാബ. ഇരുകാലികളാകുന്ന മനുഷ്യനെ പാഠം പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാകുന്ന നരകത്തിന് 4 കാലുകളുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫി ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം 1000 വർഷമാണ്, 1000 കൊല്ലമാണ്. നരകത്തെ വിശദീകരിക്കാൻ വിധങ്ങൾ. നരകത്തിന് എത്ര കാല്? 4 കാല്. ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം, ഒരു കാലിന്റെ അടുത്ത് നിന്ന് നല്ലൊരു കുതിര, നല്ല സ്പീഡിൽ ഓടുന്ന നല്ല ആരോഗ്യമായ ഒരു കുതിരയും വഹിച്ചുകൊണ്ട് ഒരാൾ ഓടിയാൽ 1000 വർഷമെടുക്കും അടുത്ത കാലിന്റെ അടുത്തേക്ക്. അത്ര ദൂരം. അങ്ങനത്തെ എത്ര കാലുണ്ട്? 4 കാലുണ്ട്. അപ്പൊ 4000 വർഷം എടുക്കും ഒരു കാലിൽ നിന്ന് 4ാമത്തെ കാലിലേക്ക് ഓടിയെത്താൻ. നരകത്തെ പറ്റി ആരാ പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞു, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫിആം. ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴിദൂരം 1000 വർഷം വഴിദൂരമാണ്, 1000 വർഷം വഴിദൂരമാണ് സാബ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നരകത്തിന് 30,000 തലകളുണ്ടത്രേ, ഓരോ തലകളിലും 30,000 വായകളുണ്ടത്രേ, ഓരോ വായകളിലും 30,000 പല്ലുകളുണ്ടത്രേ, 2 ചുണ്ടുകളുണ്ടത്രേ, മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഓരോ കടിഞ്ഞാളുകളിലും 70,000 മലക്കുകൾ ഇതാ നരകത്തെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തഫൂറു ജഹന്നമ, ജഹന്നം അങ്ങോട്ട് നരകം അങ്ങോട്ട് തിളച്ചു മറിയുകയാണ്. നരകം അങ്ങോട്ട് തിളച്ചു മറിയുമത്രേ, തിളച്ചു മറിയുമത്രേ. കാരണം ഇന്ന് വരെ വിശപ്പിന്റെ ദാഹത്തിൽ
നിലകൊള്ളുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പോലും സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ ചൂട് കാലഘട്ടത്തിൽ ചൂട് കൂടാനുള്ള കാരണം ആ നരകത്തിന്റെ നിശ്വാസമാണ്. തണുപ്പ് കാലഘട്ടത്തിൽ തണുപ്പ് കൂടാനുള്ള കാരണവും നരകത്തിന്റെ നിശ്വാസമാണ്. നരകത്തിലെ രണ്ട് തരം ശിക്ഷകളാണുള്ളത് സ്വഹാബ. ഒന്ന് മനുഷ്യനെ ചൂട് കൊണ്ട് ശിക്ഷിക്കുമത്രേ, മറ്റൊന്നത് കഠിനമാകുന്ന തണുപ്പ് കൊണ്ടും ശിക്ഷിക്കുമത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് മനുഷ്യർക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നരകം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അവലാതിപ്പെടുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അല്ലാഹ് അകല ബളി ബളാ 3000 കൊല്ലം നിരന്തരമായി രാപകരില്ലാതെ കത്തിച്ച് എന്റെ ഒരു ഭാഗത്തെ മറ്റൊരു ഭാഗം കാർന്ന് തിന്നുകയാണ്. അല്ലാഹ്, ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അല്ലാഹ് അകല ബളി ബളാ, എന്റെ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗം കാർന്ന് തിന്നുകയാണ്. പടച്ച റബ്ബേ, എനിക്കൊന്ന് വിശ്വസിക്കാനുള്ള അവസരം നൽകണേ. അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് നിശ്വാസം കൊണ്ട്, രണ്ട് ഉച്ചസിക്കൽ കൊണ്ട് അനുമതി നൽകുകയാണ്. നഫസും ഫിശ്ശിതാ വ നഫസും ഫിസ്സൈഫ്. അത്യുഷ്ണ കാലഘട്ടത്തിൽ നരകമൊന്ന് പുറത്തേക്കൊന്ന് ഊതുമത്രേ, ഒന്ന് പുറത്തേക്കൊന്ന് ഉച്ചസിക്കുമത്രേ. അതികഠിനമാകുന്ന തണുപ്പുള്ള ശൈത്യ കാലഘട്ടത്തിലും നരകം പുറത്തേക്കൊന്ന് ഉച്ചസിക്കുമത്രേ. സഹാബ, ചൂടുള്ള കാലഘട്ടത്തിൽ ചൂട് കൊണ്ട് മനുഷ്യൻ വിയർത്തൊലിക്കാനുള്ള കാരണം നരകത്തിന്റെ നിശ്വാസമാണ്. മനുഷ്യ, മാനവ സഹോദര, ടൈറ്റാനിയം ഗ്രൗണ്ടിൽ പാതിരാത്രി സമയത്ത് 11:30 മണിക്ക് ഒരുമിച്ച് ഓടിയവരെ, ഈ സമയത്തും വിയർത്തൊലിക്കുന്ന മുസ്ലിമത്തെ, പാതിരാത്രി സമയമായിട്ടും വിയർപ്പ് മാറാത്ത ശരീരവുമായി നിലകൊള്ളുന്ന മുസ്ലിമേ, നീ പഠിച്ചു വെക്കേണ്ട പാഠം, ഓസോൺ പാളികൾ വിള്ളലുണ്ട് എന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തിയാലും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതാണ്. ഈ ലോകത്ത് പിന്നീട് സത്യമായി സർവ്വനിരീശ്വരവാദികളും സർവ്വയുക്തിവാദികളും സർവ്വശാസ്ത്രജ്ഞന്മാരും അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നരകത്തിന്റെ നിശ്വാസമാണ്, നരകത്തിന്റെ നിശ്വാസമാണ്. ചൂടുകൂടി നിങ്ങൾ വിയർത്തൊലിക്കാനുള്ള കാരണം അത് നരകത്തിന്റെ നിശ്വാസമാണ്. നരകത്തിൽ തണുപ്പ് കൊണ്ടും ശിക്ഷയുണ്ട് സാബ. അതുകൊണ്ട് തണുപ്പ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നത് തണുപ്പ് കൂടുന്നു എന്ന് പറയാനുള്ള കാരണം അത് നരകത്തിന്റെ നിശ്വാസമാണ്. ഹബീബായ റസൂലുള്ളാഹി ആ നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 3000 കൊല്ലം നിരന്തരമായി കത്തിച്ച നരകം മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം മഹ്ശറയിലേക്ക് കൊണ്ടുവരുന്ന രംഗം സുബ്ഹാനല്ലാഹ്. നരകം അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. 4 കാലുള്ള നരകം, 30,000 തലകളുള്ള നരകം, ഓരോ തലകളിലും 30,000 വായകളുള്ള നരകം, ഓരോ വായകളിലും 30,000 പല്ലുകളുള്ള നരകം, 2 ചുണ്ടുകളുള്ള നരകം, മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ച നരകം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 70,000 കടിഞ്ഞാണുകൾ പ്രത്യേകമായി നരകത്തിലുണ്ട് സാബ, പ്രത്യേകമായി നരകത്തിലുണ്ട് സാബ. 70,000 കടിഞ്ഞാണുകൾ ഉള്ളതാണ് നരകം. പഠിച്ചു വെക്കണേ സാബ. ഈ ദുനിയാവിൽ കള്ളു കുടിച്ച് വ്യഭിചരിച്ച് സിനിമ കണ്ട് സീരിയൽ കണ്ട് അടിച്ചു പൊടിച്ച് രസിച്ച് രമിക്കുന്നവരെ നാളെ പാരത്രിക ലോകത്ത് വിജയക്കൊടി പാറിക്കണ്ടേ. നരകത്തിന്റെ അഖിലകാരായി പെടാതിരിക്കാൻ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നരകമെന്ന് പറഞ്ഞാൽ 2 വിറകൊള്ളികൾ കൊണ്ട് ചേർത്ത് വെച്ച് കത്തിക്കുന്നതാണെന്ന് കരുതരുതേ സാബ. വലൗ ജുമിഅഹത ബുദ്ദുനിയാ കുല്ലഹാ ലകാനൽ ജുസ്ഉൽ വാഹിദ്
الواحد من أجزاء جهنم ലോകത്തുള്ള സർവവൃക്ഷലതാദികളും സസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ലകാനൽ ജുസുൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ നരകത്തിൻ്റെതാകുന്ന വിറകിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് സ്വഹാബ. ലോകത്തുള്ള സർവവൃക്ഷങ്ങളും സസ്യലതാദികളും മുറിച്ചൊരു മരത്തിന്റെ കഷ്ണങ്ങളാക്കി അതെല്ലാം കൂടി ഒരു ഗ്രൗണ്ടിലിട്ടുകൊണ്ട് കത്തിച്ചാലും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അല്ലാഹു സൃഷ്ടിച്ച നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പോൾ ആ നരകത്തിന്റെ ഭീകരത എത്രയാണ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു നിസ്സാരമായി നരകത്തെ കാണരുതേ. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ റമദാൻ ആദ്യത്തെ 10 പരിശുദ്ധമായ റഹ്മത്തിന്റെ 10, രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെ മഗ്ഫിറത്തിന്റെ 10, മൂന്നാമത്തെ 10 നരകീയ മോചനത്തിന്റെ 10. കാരണം നമസ്കരിച്ചതുകൊണ്ട് നോമ്പടിച്ചതുകൊണ്ട് കാര്യമായില്ല. ഈ നരകത്തെ തൊട്ട് കാവലൊന്ന് തേടണേ. മൂന്നാമത്തെ 10 ആണ് ഏറ്റവും ശ്രേഷ്ഠമായ രാവുകൾ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകൾ. ആ രാവിൽ ഞാൻ എന്ത് ചെല്ലണം നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സഹാബ അല്ലാഹുമ്മ അത്ഖനി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. നരകത്തെ തൊട്ട് കാവൽ തേടിക്കോ സഹാബ, നരകത്തെ തൊട്ട് മോചനം നൽകണേ അല്ലാഹ്, സ്വർഗ്ഗപ്രവേശനം നൽകണേ അല്ലാഹ്. കാരണം സ്വർഗം കിട്ടിയതുകൊണ്ട് കാര്യമുണ്ട്, നരകം കിട്ടിയാൽ അത് പ്രയാസമാണ്. നരകത്തെ ഒഴിവാക്കണം. ആ നരകത്തിൽ നിന്ന് പരിപൂർണമായി മുക്തമായ ജീവിതം നയിക്കാതെ രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഇഅ്തികാഫിന്റെ രാവുകളിൽ ഇജാബത്തുള്ള ഏറ്റവും ശ്രേഷ്ഠമായ രാവുകളിൽ പോലും നീ പടച്ചറപ്പിനോട് ചോദിക്കേണ്ടതല്ലാ നരകീയ മോചനം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആ നരകം പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കടന്നു വരികയാണ്. 70,000 മലക്കുകൾ അതാ അതിന്റെ കടിഞ്ഞാണുകൾ പിടിച്ചിരിക്കുകയാണ്. ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകളുണ്ട്. ആ മലക്കുകൾ മാലിക് അലൈഹിസ്സലാമിനോടൊപ്പം ഇതാ മഹ്ശറയിലേക്ക് കടന്നു വരികയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ അല്ലാഹുവിന്റെ റസൂൽ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അംബിയാ മുർസലീങ്ങളും അവരുടെ സമുദായക്കാരും പടച്ചറപ്പിന്റെ ദർബാറിൽ വന്നുകൊണ്ട് മുട്ടിൽ കെട്ടി നിലകൊള്ളുമ്പോ നരകം അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് കടന്നു വരികയാണ്. മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകമങ്ങ് കൈവിട്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത രംഗമാണ് സഹാബ, വല്ലാത്ത ഭീതിതമാകുന്ന രംഗമാണ്. കോടിക്കണക്കിന് ജനകോടികൾ നിൽക്കുന്ന മഹ്ശറയിലേക്ക് ഒരു ഇരമ്പലോടുകൂടി വല്ലാത്ത ഭീകരമാകുന്ന ശബ്ദഘോരത്തോടുകൂടി നരകമിതാ മഹ്ശറയിലേക്ക് കടന്നു വരികയാണ്. മലക്കുകളുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോയ ആ നരകം അതിന്റെ തീജ്വാലകൾ തെറിപ്പിച്ചുകൊണ്ട് മഹ്ശറയിലേക്ക് ഒരു കപ്പൽ വന്ന് നിൽക്കുന്നത് പോലെ, വലിയൊരു കപ്പൽ വന്ന് കപ്പിത്താനില്ലാതെ വന്നുകൊണ്ട് ആടിയലയുന്നത് പോലെ മഹ്ശറയിൽ വന്നുകൊണ്ട് ആടി ഉലയുകയാണ്. അവസാനമായത് ശാന്തമാവുകയാണ്. അതിൽ നിന്ന് വരുന്ന തീജ്വാലകൾ ഏറ്റുകൊണ്ട് പലരുടെയും മുഖങ്ങൾ വിവരണമാവുകയാണ്. കൊട്ടാരങ്ങളെ പോലെ ഖുർആനിന്റെ പ്രയോഗമാണ്. വലിയ വലിയ കൊട്ടാരം പോലെ തോന്നുമത്രേ ആ നരകത്തിൽ നിന്ന് വരുന്ന ചെറിയ തീജ്വാലകൾ. അത് മനുഷ്യനിലേക്ക് വന്നു വീണാൽ അവൻ ആ സെക്കൻഡിൽ തന്നെ വെന്തുരുകി മരണപ്പെട്ടു പോകുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആ നരകം അവസാനം ആടി ഉലഞ്ഞ് ശാന്തമാകും. എന്നിട്ട് പടച്ചറപ്പിനോട് ചോദിക്കുന്ന അല്ലാഹ് ഖല്ലി ബൈനി വബൈന അസ്വാജി, എനിക്കിടയിലും എന്റെ ഇണകൾക്കിടയിലും ഒന്ന് കൂട്ടിച്ചേർക്കണേ അല്ലാഹ്, ഒന്ന് ചേർത്ത് തരണേ അല്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ മലക്കിനോട് ചോദിക്കുകയാണ്, മലക്കുകൾ മുഖേന നരകത്തോട് ചോദിക്കുകയാണ്, വമൻ അസ്വാജുകി യാ നാർ, വമൻ അസ്വാജുകി യാ നാർ, ആരാണ് നരകമേ നിന്റെ ഇണകള്, നീ ഒന്ന് പറഞ്ഞു തരണേ. നരകം വിളിച്ചു പറയുകയാണ്, അല്ലാഹ് കുല്ലു മുതകബ്ബിരിൻ ജബ്ബാർ, കുല്ലു മുതകബ്ബിരിൻ ജബ്ബാർ. ഈ ദുനിയാവിൽ അഹന്ത വെച്ചുകൊണ്ട്, ഭൗതിക ലോകത്തോട് ഭ്രമം വെച്ചുകൊണ്ട്, സമ്പത്തിനോട് അധികമാകുന്ന താല്പര്യം വെച്ചുകൊണ്ട്, ഈ ദുനിയാവിൽ അഹന്തയോടുകൂടി ജീവിച്ചിട്ടുള്ളതായ ധിക്കാരികളായ സർവരെയും എനിക്ക് വേണേ അല്ലാഹ്, എനിക്ക് നൽകണേ അല്ലാഹ്. നമസ്കരിക്കാതിരുന്ന ചെറുപ്പക്കാരാ, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് മുടങ്ങുമ്പോഴും സിനിമ കാണാൻ ഇറങ്ങി തിരിച്ച സഹോദര, റിലീസിന്റെ പടങ്ങൾ തേടി വെള്ളിയാഴ്ച സുദിനങ്ങൾ പോലും കള്ളു കുടിച്ച ചെറുപ്പക്കാരാ, കള്ളു കുടിച്ചുകൊണ്ട് നടന്ന സഹോദര, സിനിമ കണ്ടുകൊണ്ട് നടന്ന സഹോദര, റമദാനിന്റെ പകൽ നോമ്പ് പിടിക്കാതെ ആ സമയങ്ങളിൽ പോലും ഹോട്ടല് തുറന്നു വെച്ചുകൊണ്ട് കച്ചവടം ചെയ്ത ചെറുപ്പക്കാരാ, മറ്റുള്ളവരെ ഭക്ഷിച്ചവരെ, പശിപ്പിച്ചവരെ, പുതിച്ചവരെ, കഴിഞ്ഞുകൂടിയവരെ, ആസ്വാദനത്തിന്റെ പറുദീസയിൽ ലഭിച്ചവരെ, നിങ്ങളെ നരകം തേടുകയാണ്, തേടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അവരെ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് ഇട്ടുകൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക ലോകത്തോട് താല്പര്യം വെച്ചവരെ പിടിച്ചിടും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.